This is reflective of our government's trust on the middle class taxpayers. I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. നന്ദനിലേക്ക് പോവുകയാണ്. നന്ദൻ, ജനപ്രിയ ബജറ്റ് എന്ന് നിസ്സംശയം പറയാം. സമഗ്ര മേഖലകളെയും തലോടിക്കൊണ്ട് തന്നെയാണ് കേന്ദ്ര ബജറ്റ് നീങ്ങുന്നത്. പ്രത്യേകിച്ച് മധ്യവർഗത്തിന് വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കുന്ന ബജറ്റ് എങ്ങനെ വിലയിരുത്താം? രോഹിണി, പ്രധാനമായും 4 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ ബഡ്ജറ്റ് അവതരണം ഉണ്ടായത്. അതായത് സാധാരണക്കാരല്ലെങ്കിൽ പാവപ്പെട്ടവർ, പിന്നെ സ്ത്രീകളാണ്, അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ, അതേപോലെ തന്നെ കർഷകർ. ഇങ്ങനെ 4 മേഖലകളെ കൃത്യമായി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് അവതരണമായിരുന്നു നിർമ്മലാ സീതാരാമൻ്റെ ഏതാണ്ട് 1.25 മണിക്കൂർ നീണ്ടുനിന്ന ബജറ്റ് പ്രസംഗം എന്നുള്ളതാണ്. 161 പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. ഇതിൽ ഏറ്റവും കൂടുതൽ കർഷകർക്കായിട്ട് നിരവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല പൂർണ്ണമായും സീറോ പോവർട്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം 2047 ഭാരതത്തെ വികസിത രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഉതകുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള പാത ഒരുക്കുകയായിരുന്നു നിർമ്മലാ സീതാരാമൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല ഭാരതത്തിൻ്റെ യുവാക്കളെ അല്ലെങ്കിൽ ഇപ്പോൾ വളർന്നു വരുന്ന തലമുറയെ അവരെ ഭാവിയിൽ മികച്ച രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്നുള്ള ലക്ഷ്യം കൂടി മുൻനിർത്തിക്കൊണ്ട് അതേപോലെ തന്നെ കർഷകർക്ക് വരുമാനം, കർഷകരിലേക്ക് കൃത്യമായ വരുമാനം ഉറപ്പിക്കുവാനും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഭാരതത്തെ പച്ചക്കറികളുടെ കേന്ദ്രമാക്കി മാറ്റുക അല്ലെങ്കിൽ ഒരു ബോളാക്കി മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾ. ഇങ്ങനെ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രഖ്യാപനങ്ങളുടെ തേരോട്ടമായിരുന്നു നിർമ്മലാ സീതാരാമൻ ഇന്ന് പാർലമെൻറ്റിൽ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ തന്നെയാണ്. നമുക്കറിയാം ഭാരതം ഇന്ന് കാർഷിക മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ കാർഷിക മേഖലയിൽ ഭാരതത്തെ സ്വയം പര്യാപ്തമാക്കാൻ ഉതകുന്ന രീതിയിലുള്ള പദ്ധതികളാണ് ഇന്നിപ്പോൾ കാർഷിക മേഖലയിൽ പ്രഖ്യാപിച്ചത്. കാർഷിക മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കുക എന്നതിന് അപ്പുറം കർഷകരിലേക്ക് കൂടുതൽ ധനം എത്തിക്കുക, കർഷകർക്ക് അർഹതപ്പെട്ട വിഹിതം അവർക്ക് നൽകുക എന്നുള്ള ലക്ഷ്യം ഇതിലുണ്ട് എന്നുള്ളതാണ്. രാജ്യത്തെ 1.7 കോടി കർഷകർക്ക് സഹായകരമാകുന്ന പദ്ധതി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അതായത് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതി, അത് 1.7 കോടി കർഷകർക്ക് പ്രയോജനം ചെയ്യും. ഈ കാർഷിക മേഖലയിൽ പിന്നോട്ടുള്ള 100 ജില്ലകളെ കൃത്യമായി തിരഞ്ഞെടുത്തുകൊണ്ട് ആ മേഖലയിൽ കാർഷിക വിപ്ലവം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനമായും സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ മഖാന ബോർഡ് സ്ഥാപിക്കുമെന്നുള്ള പ്രഖ്യാപനമുണ്ടായി. ഈ മഖാന ബോർഡ് വഴി അവിടെ വലിയ മുന്നേറ്റം ബീഹാറിൽ ഉണ്ടാക്കാൻ സാധിക്കും. ബീഹാറിന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങൾക്കും അത് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ആകും മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിനുപരി കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ പരിധി ഉയർത്തി എന്നുള്ളതാണ്. 3 ലക്ഷം എന്നുള്ളത് 5 ലക്ഷമാക്കി ഉയർത്തി എന്നുള്ള പ്രഖ്യാപനമുണ്ടായി. സ്വാഭാവികമായും കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാകുന്ന പദ്ധതി അല്ലെങ്കിൽ ഏറെ ആശ്വാസകരമാകുന്ന പ്രഖ്യാപനമാണ് നിർമ്മലാ സീതാരാമൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതേപോലെ തന്നെ യൂറിയ പ്ലാന്റ് അടക്കം നിർമ്മിക്കുവാൻ വേണ്ടി സർക്കാർ എടുത്ത തീരുമാനങ്ങൾ സ്വാഭാവികമായും കാർഷിക മേഖലയ്ക്ക് വലിയ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ എണ്ണ ഉൽപ്പാദനത്തിൽ അല്ലെങ്കിൽ ഭക്ഷ്യയോഗ്യമായ എണ്ണകൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിലും ഭാരതം സ്വയം പര്യാപ്തത നേടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾക്ക് ഉള്ള പ്രഖ്യാപനങ്ങളുണ്ടായി. അതേപോലെ തന്നെ ഈ പരുത്തി മേഖലയിൽ വലിയ നേട്ടമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പഞ്ചവത്സര പദ്ധതിക്ക് പ്രത്യേക 5 വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഇങ്ങനെ കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന അല്ലെങ്കിൽ 2047 ആകുമ്പോഴത്തേക്കും കാർഷിക മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച് വലിയ മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഈ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം നടത്താൻ ഭാരതത്തിന് ഉതകുന്ന രീതിയിലുള്ള പദ്ധതികളുടെ ഒരു പ്രഖ്യാപനം കാർഷിക മേഖലയിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയെ ആകെ പൊളിച്ചെഴുതുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ആദ്യമായി തന്നെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇൻ്റർനെറ്റ് കണക്ഷൻ നൽകുവാൻ വേണ്ടി ഒരു തീരുമാനമായിരിക്കുന്നു. മാത്രമല്ല എല്ലാ സ്കൂളുകളിലും ലബോറട്ടറികൾ സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. അതേപോലെ തന്നെ നിർമ്മിത ബുദ്ധി പഠന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് അത്തരം നീക്കങ്ങൾ നടത്തുവാൻ വേണ്ടിയുള്ള
തീരുമാനം അല്ലെങ്കിൽ അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും അത് കേരളത്തിനടക്കം വലിയ ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ AI മേഖലയിൽ കേരളവും അതേപോലെ തന്നെ ഭാരതമൊക്കെ വലിയ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് കേരളത്തിലും ഒപ്പം മറ്റ് സംസ്ഥാനങ്ങൾക്കും വലിയ പ്രയോജനപ്രദമാകുന്ന പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളായിരുന്നു ഇന്നുണ്ടായിരുന്നതും. അതേപോലെ തന്നെ ആദായ നികുതി, അത് ഇടത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം, മധ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളോടെ അവർ കാത്തിരുന്ന പ്രഖ്യാപനമായിരുന്നു ഉണ്ടായിരുന്നത്. അത് വലിയ ഗുണമായി എന്നുള്ളതാണ്. സ്വാഭാവികമായും രാഷ്ട്രീയ നിരീക്ഷകർ അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധരും മറ്റും വിലയിരുത്തിയിരുന്നത് അത് 10 ലക്ഷം ആദായ നികുതി പരിധി 10 ലക്ഷമാക്കും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. എന്നാൽ ആ പ്രതീക്ഷകളൊക്കെ തന്നെ വലിയ കാറ്റിൽ പറത്തിക്കൊണ്ട് 12 ലക്ഷം എന്നുള്ള പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പ്രതിപക്ഷത്തെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് ഒരർത്ഥത്തിൽ നിർമ്മലാ സീതാരാമൻ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആദായ നികുതി ഘടന ലഘൂകരിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ആദായ നികുതി അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ നടപടിക്രമങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം, അത് ലഘൂകരിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ മുതിർന്ന പൗരന്മാരുടെ TDS പരിധി ഉയർത്തിയെന്നുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടായിരിക്കുന്നു. അതേപോലെ തന്നെ ഭാരതത്തെ കളിപ്പാട്ട നിർമ്മാണത്തിൻ്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുവാൻ ഉതകുന്ന പദ്ധതികൾ സ്വാഭാവികമായും യുവജനങ്ങൾക്കിടയിൽ, സാധാരണക്കാർക്കിടയിൽ അത് വലിയ പ്രയോജനം ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട വ്യവസായത്തിലേക്ക് കടക്കുവാൻ കൂടുതൽ ആൾക്കാർക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതികളാണ് ഈ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ കളിപ്പാട്ട മേഖലയുമായി ബന്ധപ്പെട്ട്. അതേപോലെ തന്നെ സംസ്ഥാനങ്ങൾ ഏറ്റവും അധികം ഉറ്റുനോക്കിയിരുന്നത് വായ്പ സംബന്ധിച്ചാണ്. സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തേക്ക് പലിശരഹിത വായ്പ നൽകുവാൻ വേണ്ടിയുള്ള തീരുമാനമായിരുന്നു അല്ലെങ്കിൽ പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. 1.5 ലക്ഷം കോടി ഇതിനുവേണ്ടി വകയിരുത്തുമെന്നുള്ളതാണ്. പുതിയ പദ്ധതികൾക്ക് 10 ലക്ഷം കോടി മൂലധനം 5 വർഷത്തേക്ക് നൽകുമെന്നുള്ള പ്രഖ്യാപനമാണ്. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട പഠനത്തിന് സെൻറ്റർ ഫോർ എക്സലൻസ് സ്ഥാപിക്കുന്നതിന് 500 കോടി രൂപയുടെ പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ വളർന്നു വരുന്ന ഭാവി തലമുറയെ അവരെ നിർമ്മിത ബുദ്ധിയിലേക്ക് അല്ലെങ്കിൽ അത്തരം സാങ്കേതിക വിദ്യ കൂടുതൽ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ, അവരെ മികച്ച തൊഴിലാളികളാക്കി മാറ്റുവാൻ, മികച്ച ബിസിനസ്സുകാരാക്കി മാറ്റുവാൻ വേണ്ടി ഉതകുന്ന പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളുടെ തേരോട്ടമായിരുന്നു നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റ്.